എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ ഒരു 3 ദിവസമായി വീഡിയോ വിട്ടിട്ട്, അപ്പോൾ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സാംസ് ഒക്കെ എടുക്കണല്ലേ ഗൈസ്, അതുകൊണ്ട് തന്നെ ഡെയിലി വീഡിയോ ഉണ്ടാവില്ല. ഓക്കെ, എന്നാലും നമ്മൾ 1-2 ഇടവിട്ടിട്ടായാലും നമ്മൾ വീഡിയോ ചെയ്യും. പിന്നെ വെക്കേഷൻ ടൈമിങ്ങിൽ നമ്മൾ ഡെയിലി വീഡിയോ ഇടും ഗൈസ്, അത് ഉറപ്പാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പ് കഴിഞ്ഞ വീഡിയോ ഇട്ടയിൽ ആപ്പാട് 2 പേര് മാത്രം ലൈക്ക് ചെയ്തുള്ളൂ. അപ്പോൾ ലൈക്ക് ചെയ്ത എല്ലാവർക്കും വളരെ നന്ദി. അതുപോലെ തന്നെ ഇനിയുള്ള വീഡിയോസിൽ കമൻറ്റ് ചെയ്യുന്നവരുടെ ഇപ്പോൾ ഈ വീഡിയോയ്ക്കില്ലേ ഗൈസ് നിങ്ങൾക്ക് ചലഞ്ച് തരാം. ഈ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഒരു ചലഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ തന്നെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ സ്വന്തം പേര്, ഓക്കെ, നിങ്ങളുടെ സ്വന്തം പേരൊന്ന് കമൻറ്റ് ചെയ്യുക. ആരുടെങ്കിലും പേരല്ല, നിങ്ങളുടെ സ്വന്തം പേരൊന്ന് കമൻറ്റ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനി ഇടുന്ന വീഡിയോസിലൊക്കെ ഞാൻ ആ കമൻറ്റ്സ് എടുത്ത് കാണിക്കുന്നതായിരിക്കും. നമുക്ക് നോക്കാം ഗൈസ് എത്ര പേരുടെ പേരായിരിക്കും നിങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ ഞാൻ ആ കമൻറ്റ്സ് എടുത്ത് കാണിക്കാം ഗൈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ ഗൈസ് രാവിലെ നമ്മുടെ ഫ്രാങ്ക്ലിൻ ഇങ്ങനെ ഒരു ഭയങ്കര ചിന്തപ്പാടിലാണ് ഗൈസ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൈസ് നമ്മുടെ ഈ സിറ്റിയിൽ ഇപ്പോൾ കള്ളന്മാരുടെ ശല്യം കൂടിക്കൂടി തന്നെയാണ് ഗൈസ്. അതായത് കള്ളന്മാർ മീൻസ് ഇപ്പോൾ കള്ളന്മാരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ നമ്മുടെ സിറ്റിയിൽ ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട് ഗൈസ്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്രണ്ട് യാഷിൻ്റെ സ്കൂട്ടർ ആരും അടിച്ച് മാറ്റിക്കൊണ്ട് പോയിട്ട് അവനോട് വിളിച്ച് പറഞ്ഞായിരുന്നു ഗൈസ്, കള്ളന്മാർ കൂടിക്കൂടി വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ വിചാരിക്കണം ഗൈസ്, നമ്മുടെ ഈ ഫ്രാങ്ക്ലിൻ്റെ ഈ വീട്ടിന് CCTV എന്ന് പറഞ്ഞ സംഭവമില്ല ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിൻ വിചാരിക്കണ ഒരു CCTV ക്യാമറ അങ്ങ് മേടിച്ച് വെക്കാമെന്നാണ് ഗൈസ് വിചാരിക്കണത്. കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ CCTV ഇല്ലെങ്കിൽ നമ്മുടെ ഈ ട്രക്ക് ഡിഫൻഡറൊക്കെ കിടക്കണല്ലേ ഗൈസ്, ഇതൊക്കെ ആരെങ്കിലും ഒന്ന് എടുത്തിട്ട് പോയാലോ ഗൈസ്. അപ്പോൾ അതാണ് നമ്മൾ CCTV മേടിച്ച് വെക്കാൻ നമ്മുടെ ഫ്രാങ്ക്ലിൻ അങ്ങ് തീരുമാനിച്ച്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് നേരെ നമ്മുടെ രാഹുലിനെ വിളിച്ചിട്ട് രാഹുലിനെ ബൈക്കൊന്ന് തരുമോന്ന് ചോദിക്കാം ഗൈസ്. കാരണം CCTV മേടിക്കാൻ പോകുമ്പോൾ ബൈക്കിൽ പോകാമല്ലോ, നമുക്ക് രാഹുലിനോട് ബൈക്ക് തരുമോന്ന് ചോദിക്കാം. അവിടെ രാഹുലേ നിൻ്റെ ബൈക്കൊന്നും തരോളെ, എനിക്ക് സ്ഥലം വരെ പോകാനോ. ഓളോ അതിനെന്താ നീ എൻ്റെ വീട്ടിൽ വന്ന് ബൈക്ക് എടുത്തോ. ഞാനില്ലോട്ടോ, ഞാൻ ട്രിപ്പ് പോയേക്കണേണ്. ആണോ, എവിടെയാണ് ട്രിപ്പ് പോയേക്കണത്? ഓളോ ഞാൻ ഒന്ന് 3 വരെ ട്രിപ്പ് പോയേക്കണേട്ടോ. നീ വീട്ടിൽ വന്ന് ബൈക്ക് എടുത്തോ. ആടാ രാവിലെ ഞാൻ എടുത്തോളാം. ഓക്കെ, അപ്പോൾ രാത്രി ഇവിടെ ട്രിപ്പ് പോയേക്കണമെന്ന് പറഞ്ഞാൽ നമ്മളോട് വീട്ടിൽ വന്ന് ബൈക്ക് എടുത്തോളാനാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് തന്നെ നമ്മൾ ഡിഫൻഡർ എടുത്ത് നേരെ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഡിഫൻഡർ നേരെ കത്തിച്ചുകൊണ്ട് രാഹുലിൻ്റെ വീട്ടിലേക്ക് പോകണം. ഓക്കെ, ഈ ഡിഫൻഡർ ഈ വെള്ള കളറില്ലേ, ഡിഫൻഡറിലെ കളർ മാറ്റണം. പറ്റി നിങ്ങൾക്ക് എന്താ അഭിപ്രായം? നിങ്ങൊരു കളർ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ കളർ നമുക്ക് അടിക്കാൻ കേസ്. നിങ്ങൾ കമൻറ്റ് ചെയ്തേ എത്ര പേരുടെ അല്ല വേണ്ട, അടുത്ത വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ പേര് കമൻറ്റ് ചെയ്യും, ഞാൻ എടുത്ത് കാണിക്കാം പ്ലീസ്. ഈ വീഡിയോയിൽ നിങ്ങളുടെ പേര് തന്നെ കമൻറ്റ് ചെയ്യണേ. പക്ഷേ അതിന് മുമ്പ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കേസ് എന്തായാലും കമൻറ്റ് ചെയ്യാം. ഓക്കെ, സപ്പത്തമ്മതേ രാഹുലിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഓക്കെ, ബൈക്ക് എന്തായാലും പുറകിലായിരിക്കും, എന്തായാലും പുറകിൽ ബൈക്ക് ഇത് നമ്മൾ അന്നടിച്ച് മാറ്റി ഇവിടെ കയറ്റി ബൈക്കാണ്. ഇത് വിറ്റൊന്നും ഇല്ലെന്ന് തോന്നുന്നത്, എന്നാലും ഉപയോഗിക്കണമെന്ന് നമ്മൾ ഈ മുമ്പേ കാണുന്ന വീട്ടിൽ നിന്ന് അടിച്ചു മാറ്റി കയറ്റി നോക്കിയായിരുന്നു കേസ്. അത് നമുക്ക് കുഴപ്പമില്ല കേസ്. നമുക്ക് എന്തായാലും നേരെ ഇതായിട്ട് നമ്മൾ CCTV മേടിക്കുന്ന കടയിലേക്ക് പോകാം. ഇപ്പോൾ ഞാൻ അതിൻ്റെ CCTV എവിടെ നിന്ന് മേടിക്കണേന്ന് നമുക്കറിയാൻ പാടില്ല കേസ്. ഞാനെൻ്റെ കൂട്ടുകാരനോട് ചോദിക്കട്ടെ, അവന് ഈ CCTVയുടെ പരിപാടിയൊക്കെ ഉണ്ട്, ഞാനോട് ചോദിക്കട്ടെ CCTV എവിടെ നിന്നാണ് മേടിക്കണേ കേസ്. ഞാനങ്ങനെ എൻ്റെ ഫ്രണ്ട് സഞ്ജയനെ വിളിച്ച്, അവന് CCTVയുടെ ഷോപ്പുണ്ട്. അപ്പോൾ അവൻ്റെ ഷോപ്പിലേക്ക് തന്നെ വരാനാണ് അവൻ പറഞ്ഞേക്കണത്. ഓക്കെ, അപ്പോൾ അവൻ്റെ ഷോപ്പിലേക്ക് നല്ല അടിപൊളി ക്വാളിറ്റിയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെന്ന് അവൻ പറഞ്ഞത്. ഓക്കെ, നമുക്ക് എന്തായാലും അവൻ്റെ ഷോപ്പിലേക്ക് പോകാം. സഞ്ജയിൻ്റെ ഷോപ്പ് എവിടെയാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടില്ലേ, ഞാൻ കാണിച്ചു തരാം ഗൈസ്. അവൻ്റെ ഷോപ്പ് അവിടെയാണ്. ആക്ച്വലി ഇതാണ് നമ്മൾ സഞ്ജയിൻ്റെ ഷോപ്പ്. അപ്പോൾ എന്തായാലും ഉള്ളിൽ കയറിയിട്ട് CCTV കാര്യങ്ങളൊക്കെ മേടിക്കാൻ ഗൈസ്. അങ്ങനെ ഗൈസ് ഞാൻ CCTV കാര്യങ്ങളൊക്കെ മേടിച്ച് നമ്മുടെ സഞ്ജയ് നമുക്ക് ഈ ബാഗിലെല്ലാം പാക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഗൈസ്. എനിക്ക് CCTV മേടിക്കാൻ 3 CCTV ആണ് നമ്മൾ മേടിച്ചേക്കണത്. ഓക്കെ, അപ്പോൾ 3-നും ചിലവായത് നമുക്ക് 70,000 രൂപയാണ് നമുക്ക് CCTVക്ക് വേണ്ടി ചിലവായത്. ഓക്കെ, ഇനി ഇത് ഫിറ്റിങ് കാശൊക്കെ വേറെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്നാലും നേരെ ഫിറ്റ് ചെയ്യാനുള്ള ആളെയും കൂടി വിളിച്ചിട്ട് നേരെ വീട്ടിൽ പോയിട്ട് അങ്ങ് ഫിറ്റ് ചെയ്തേക്കാൻ ഗൈസ്. അപ്പോൾ സഞ്ജയ് തന്നെ ഫിറ്റ് ചെയ്യാനുള്ള ആളെയും കാര്യങ്ങളൊക്കെ തരാൻ നമ്മളെ ഫോൺ വിളിച്ച് പറഞ്ഞായിരുന്നു ഗൈസ്. അപ്പോൾ അയാളിപ്പോൾ വരും, നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം ഗൈസ് ഇവിടെ. അങ്ങനെ ഗൈസ് നമ്മൾ ഈ സംഭവം ഫിറ്റ് ചെയ്യാൻ ആളായിട്ട് കൂടി നമ്മുടെ വീട്ടിലേക്ക് പോകണുണ്ട് ഗൈസ്. അപ്പോൾ ഇയാളാണ് നമുക്ക് ഫിറ്റ് ചെയ്ത് തരാൻ പോകുന്നത്. ചേട്ടൻ്റെ പേരെന്താ കേട്ടോ? എൻ്റെ പേര് ശ്രീരാമൻ. ശ്രീരാമൻ ആ പേര് കൊള്ളാലേട്ടാ. ആയിട്ടാണ് അതെനിക്ക് എൻ്റെ അച്ഛനിട്ട പേരാണ് ശ്രീരാമൻ. ഗൈസ് നമ്മൾ ശ്രീരാമൻ ചേട്ടനുണ്ട് ഗൈസ്. നമ്മൾ CCTV കാര്യങ്ങളൊക്കെ വെക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീട്ടിലെത്താം. ചേട്ടാ ഇത് വേഗം സെറ്റ് ചെയ്തു. ഓക്കേടാ, ഞാൻ വേഗം സെറ്റ് ചെയ്ത് തരാം ഗൈസ്. നമ്മൾ ശ്രീരാമൻ ചേട്ടൻ ഇത് ഫിറ്റ് ചെയ്യാൻ പോകണം കേട്ടോ ഗൈസ്. നമുക്ക് ഫിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഗൈസ് ശ്രീരാമൻ ചേട്ടൻ ഇവിടെ CCTV കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടൻ തന്നെ പറഞ്ഞെടുത്ത് എവിടേക്ക് വെച്ചേക്കണെന്ന്. ഒരെണ്ണം മുകളിൽ വെച്ചിട്ടുണ്ട്. എടാ ഈ CCTV ക്യാമറ അല്ല, ഹൈഡ് ക്യാമറയുടെ, അതുകൊണ്ട് ഈ ഒരു ആംഗിൾ കാണാൻ പറ്റൂല കേട്ടോ. ചേട്ടാ മനസ്സിലായി.
സെറ്റായ CCTV വെച്ചേക്കണം. നമുക്ക് ഈ ചേട്ടൻ കൂടെ ആക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും നമ്മുടെ സഞ്ജയുടെ ഓഫീസിൻ്റെ അവിടെ കൊണ്ട് ചേട്ടനെ വിട്ടാൽ മതി. ഓക്കെ, അവിടെ ഇട്ടാൽ പോരെ ചേട്ടാ? ഓ മതി അവിടെ മതി. ഓക്കെ, നമുക്ക് നേരെ ചേട്ടനെ വിട്ടിട്ട് കാണാം. ഓക്കെ, ഈ അമ്മ അങ്ങനെ ചേട്ടനോ ടാറ്റ വൈബൊക്കെ പറഞ്ഞ് പോണേണ് ഗൈസ് അമ്മ. ഓക്കെ, ഞാൻ കാണിച്ചു തരാം ഗൈസ് അമ്മ എവിടെയൊക്കെ എടുത്ത് CCTV ക്യാമറ ഒക്കെ വെച്ചേക്കണേ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മുടെ വീട്ടിലും കാര്യങ്ങളൊക്കെ ഓക്കെ ഗൈസ്, അപ്പോൾ CCTV ഇവിടെ വെച്ചേക്കണം കാണിച്ചു തരാം ഗൈസ്. അല്ല ഹൈഡ് ചെയ്താണ് ആ ചേട്ടൻ വെച്ചേക്കണത്. ഒന്ന് നമ്മൾ ഈ റെഡ് ഭിത്തിയിലെ ഗൈസ് CCTV വെച്ചേക്കണത്. പിന്നെ മറ്റൊരു CCTV ഇവിടെ വെച്ചേക്കണം ഞാൻ കാണിച്ചു തരാം ഗൈസ്. വേറൊരു CCTV ക്യാമറ ഇവിടെ വെച്ചാണ് ഞാൻ കാണിച്ചു തരാം. അത് ഈ പൊക്കത്ത് ആ ഒരു കോർണറിലായിട്ടാണ് ഗൈസ് അതൊക്കെ വെച്ചേക്കണത്. ഓക്കെ, പിന്നെ വേറൊരെണ്ണമുണ്ട് ഗൈസ്, അത് വെച്ചിട്ട് പുറത്താണ് ഗൈസ് ആ ഒരു CCTV ക്യാമറ ആംഗിൾ സെറ്റ് ചെയ്തേക്കണം ചേട്ടെ. അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഗൈസ്. പുറത്താണ് ഗൈസ്, ആ ഹൈഡ് ക്യാമറയാണ് ഗൈസ്. അല്ല ഈ വീട്ടിൽ ക്യാമറ ഉണ്ടെന്നൊരു തോന്നിക്കൂല ഗൈസ്. അമ്മാതിരി ലെവലിലെ ക്യാമറയാണ് ഗൈസ് സെറ്റ് ചെയ്തേക്കണത്. ഈ ഭിത്തിയിലെ മരത്തിലാണ് ഗൈസ്, മരത്തിൽ എവിടെയാണ് ചേട്ടാ സെറ്റ് ചെയ്ത് വെച്ചേക്കണത്. ഓക്കെ, എവിടെയാണ് കൃത്യം എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ അവിടെ പോയി ചേട്ടാ സെറ്റ് ചെയ്തത്. ഓക്കെ, എന്തായാലും നമ്മുടെ ഒന്നും ഇനി ആരും അടിച്ചു മാറ്റൂല. ഇങ്ങനെ ആരെങ്കിലും അടിച്ചു മാറ്റിക്കാനും നമുക്ക് സിമ്പിളാണ് ഗൈസ് അവരെ പിടിക്കാൻ. ഓക്കെ, നമുക്ക് നല്ല രാഹുലിന് ബൈക്കോണെ കൊടുത്തിട്ട് നമ്മൾ ഡിഫൻഡർ അങ്ങ് എടുത്തിട്ട് പോരാ. നമ്മളെ ഡിഫൻഡർ വേറെ മറിച്ചു അവൻ്റെ സ്വഭാവമാണ് ഗൈസ്, പറയാൻ പറ്റില്ല. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് എന്തായാലും നേരെ രാഹുലിൻ്റെ വീട്ടിലേക്ക് പോവാം ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മതേ രാഹുലിൻ്റെ വീട്ടിൽ എത്താറായിട്ടുള്ള ഡിഫൻഡറോടെ കിടപ്പുണ്ടാവും. ഇവിടെ ഇല്ലേ ഗൈസ്? അവിടെ കിടപ്പുണ്ട് ഗൈസ്. നമ്മൾ ഡിഫൻഡർ അവിടെ എത്തിയിട്ടോ. രാഹുലിൻ്റെ ബൈക്ക് എന്തായാലും ഇവിടെ തന്നെ വെച്ചേക്കും. ഒരു ആക്സിഡൻറ്റ് പറ്റി പെട്ടെന്ന് രാഹുലിൻ്റെ ബൈക്കിൽ നിന്ന് എൻ്റെ പിടിവിട്ട് പോയി. ഞാൻ എന്തായാലും ഇവിടെ വീണ് ചെറിയ രക്തം പോയി. ഇവൻ്റെ ബൈക്കിന് എന്തെങ്കിലും പറ്റിയാന്ന് വെച്ചാൽ ബൈക്ക് സ്റ്റാർട്ടാക്കുന്നില്ല ഗൈസ്. ഇവൻ്റെ നമുക്കൊന്നും അറിയാത്ത പോലെ നേരെ ഡിഫൻഡർ എടുത്തിട്ട് ഒറ്റ പോക്കുവാണ് ഗൈസ്. അങ്ങനെ ഗൈസ് നമ്മൾ ഡിഫൻഡർ എടുത്തിട്ട് നമ്മൾ നേരെ എന്തായാലും നമ്മളെ വീട്ടിലേക്ക് പോകണം ഗൈസ്. ഓക്കെ, നമ്മൾ കുറച്ച് പരിപാടി കാര്യങ്ങളൊന്നുമില്ല ഗൈസ്, കാരണം നമ്മൾ സെറ്റ് ചെയ്തല്ലേ. ഇനി എന്തായാലും വീട്ടിൽ പ്രത്യേകിച്ച് പരിപാടി ഒന്നുമില്ല. വീട്ടിൽ പോയി കിടന്നുറങ്ങുക അത്രയൊക്കെ ഉണ്ട് ഗൈസ് പരിപാടി. ഫ്രാങ്ക്ലിന് ഇതിന് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, കാരണം ഇന്ന് പ്രത്യേകിച്ച് പണിയിലാണ്. ഫ്രാങ്ക്ലിൻ സംസാരിച്ചിരിക്കുകയാണെങ്കിൽ ട്രിപ്പൊക്കെ പോയാലേ ഇപ്പം നല്ല രാത്രിയാകാറായിട്ടുണ്ടാവും. ഓക്കെ, നമുക്ക് നേരെ അങ്ങനെ ഈ സമയത്ത് വീട്ടിലെത്തിയിട്ടുണ്ടോ നമ്മൾ ചുമ്മാ നമ്മൾ ട്രക്കിൻ്റെ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കണതാണ് ഗൈസ്. ഓക്കെ, അപ്പം നമുക്ക് നേരെ രാത്രിയായിട്ട് അങ്ങനെ ഗൈസ് രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ ഫ്രാങ്ക്ലിൻ കിടന്നുറങ്ങാൻ പോകുന്ന ഗൈസ്. എന്തായാലും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലല്ലോ ഗൈസ്. അപ്പം നമുക്ക് നേരെ കിടന്നുറങ്ങി. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫ്രാങ്ക്ലിനെ കിടന്നുറങ്ങാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഗൈസ്, നമുക്ക് നാളെ കാണാം. അങ്ങനെ ഗൈസ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഉണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ ഫ്രാങ്ക്ലിൻ അങ്ങനെ എഴുന്നേറ്റിട്ടുണ്ട്. ഓക്കെ ഗൈസ് ഒരു മിനിറ്റ് ഗൈസ്, നമ്മുടെ ട്രക്ക് കാണുന്നില്ല ഗൈസ്. അയ്യോ, നമ്മുടെ ട്രക്ക് മിസ്സിങ് ആണ് കേട്ടാ ഗൈസ്. നമ്മുടെ ട്രക്ക് കാണുന്നില്ല ഗൈസ്. നമ്മൾ ഇന്നലെ രാത്രി ഉറങ്ങണേക്കുമ്പോൾ ഇവിടെ ഇട്ട ട്രക്കാണ്, ഇന്ന് കാണുന്നില്ല ഗൈസ്. പുറത്താണെങ്കിലും ഉണ്ടോ ട്രക്ക്? ആ ട്രക്ക് അങ്ങനെ ഒറ്റ ഓടിപ്പോവും ഗൈസ്. കള്ളന്മാർ ശല്യമൊക്കെ ഒന്നും പറയാൻ പറ്റില്ല ഗൈസ്. പണി വാളുടെ ഗൈസ്, ട്രക്കില്ല ഗൈസ്. നമ്മുടെ ട്രക്ക് എന്തേ? പക്ഷെ നമ്മുടെ ഫ്രാങ്ക്ലിന് ഇച്ചിരി ആശ്വാസം എന്ന് പറയാം ഗൈസ്. നമ്മൾ ഇന്നലെ CCTV മേടിച്ച് വെച്ചിട്ടുണ്ടായി ഗൈസ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് CCTVയിൽ നോക്കി നമ്മൾ കള്ളനെ കണ്ടുപിടിക്കും ഗൈസ്. ഓക്കെ, അപ്പോൾ ഏത് കള്ളനാണ്, ഇവിടുത്തെ കള്ളനാണോന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ CCTV ക്യാമറ നോക്കാം ഗൈസ്. ഈ കമ്പ്യൂട്ടറുമായാണ് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കണം CCTVയുടെ ഇതൊക്കെ, ഈ കമ്പ്യൂട്ടറുമായിട്ട്. ഓക്കെ, നമുക്ക് എന്തായാലും കമ്പ്യൂട്ടറിൽ നിന്ന് നോക്കാം ഗൈസ്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ ആ ഫ്രാങ്ക്ലിൻ എൻ്റെ വീട്ടിൽ കയറി വന്നിട്ട് ഞാൻ കഷ്ടപ്പെട്ട് മേടിച്ച് വെച്ച എൻ്റെ KTM ബൈക്ക് അടിച്ചു മാറ്റി കൊണ്ടുപോയവനാണ്. ഓക്കെ, ഇപ്പം ഞാനങ്ങനെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി അവൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. പറഞ്ഞതുപോലെ ഇവൻ്റെ വീട്ടിൽ നിന്ന് ഇപ്പം ഇതെന്തെടുത്തിട്ട് പോകും. ഇവൻ്റെ KTM ബൈക്ക് എടുത്തതുപോലെ ഇതെന്താണ് ഈ നീല കളറിൽ ഈ സാധനം? ഓ, ഇത് ട്രക്കല്ലേ? ഇവൻ്റെ വരുമാന മാർഗമാണെന്ന് തോന്നുന്നു ഈ ട്രക്ക്. ഇത് തന്നെ അങ്ങ് അടിച്ചു മാറ്റിയേക്കാം. ഇതിൻ്റെ ഉള്ളിൽ ചാവിയൊന്നും ഉണ്ടാവില്ല, അത് അവൻ്റെ വീടിൻ്റെ ഉള്ളിലായിരിക്കും. നേരെ അതുപോലെ എടുത്തിട്ടും വരാം. അങ്ങനെ ചാവിയും കാര്യങ്ങളൊക്കെ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്നു. ഫ്രാങ്ക്ലിനാണെങ്കിൽ അവിടെ കിടന്ന് തുറക്കും. ഓക്കെ, എന്നാലും ഈ ട്രക്ക് അങ്ങ് എടുത്തിട്ട് അടിച്ചു മാറ്റി ഓടിച്ചുകൊണ്ട് പോയേക്കാം. അങ്ങനെ ഈ ട്രക്ക് ഞാൻ ഫൈനലിൽ അടിച്ചു മാറ്റിയിരിക്കുന്നു ഗൈസ്. നിങ്ങൾ CCTVയുടെ വിഷ്വൽ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മ അന്ന് KTM ബൈക്ക് അടിച്ചു മാറ്റിയില്ല ഗൈസ്. അവനാണ് തിരിച്ചു വന്നിട്ട് നമ്മക്കോട് പ്രതികാരം ഉണ്ടാക്കിയിട്ട് പോയേക്കണത് ഗൈസ്. നമ്മുടെ രാഹുൽ പറഞ്ഞിട്ട് നമ്മൾ അടിച്ചു മാറ്റിയത്, എന്നിട്ട് അവൻ്റെ എല്ലാം എടുത്തുകൊണ്ട് പോയേക്കണത്. നമ്മളെയാണ് ട്രക്ക് എടുത്തുകൊണ്ട് പോയത് ഗൈസ്. നമുക്കിത് രാത്രി ആകുമ്പോൾ അവൻ്റെ വീട്ടിൽ പോയി ട്രക്ക് അടിച്ചു മാറ്റി കൊണ്ടുവരാം ഗൈസ് ഇങ്ങോട്ട്. ഗൈസ്, നമ്മുടെ ഫ്രാങ്ക്ലിൻ്റെ ട്രക്ക് സോൾജിയർ പോലീസ് അയക്കാരും നിങ്ങൾക്ക് അറിയാമല്ലോ ഗൈസ്. നമ്മുടെ യൂണിഫോം ഉണ്ടായിരുന്നു. ഈ
ഈ പോലീസുകാരൻ തൊട്ടപ്പുറത്തെ പോലീസ് സ്റ്റേഷനിൽ സംഘടിപ്പിച്ചിടും ഗൈസ്. ഓക്കെ, അപ്പോൾ ഇതായിട്ട് നമുക്ക് നേരെ അവൻ്റെ വീട്ടിൽ പോകാം ഗൈസ്. നമുക്ക് നൈസായിട്ട് തന്നെ വരട്ടിയിട്ട് തന്നെ നമുക്ക് നൈസായിട്ട് നമ്മുടെ സാധനം പോരാം ഗൈസ്. ഈ സമയത്ത് അവൻ്റെ വീടെത്താറേ ഗൈസ്. ഗൈസ് നമ്മുടെ ഫ്രാങ്കിളിനെ പോലീസുകാർക്ക് നമ്മൾ ട്രക്കോടെ കിടപ്പുള്ളൊക്കെ പോലീസുകാരോട് ഇവൻ്റെ വീട്ടിലേക്ക് ഇടിച്ച് ട്രക്കിനുള്ളിൽ ചാവിയില്ല, അതിൻ്റെ വീടിനുള്ളിലായിരിക്കും. പിന്നെ പേടിക്കണ്ട, പോലീസായിട്ട് വന്നേക്കണം. നമുക്കെന്തായാലും കൈസ് നമുക്കെന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ കൈ പിടിച്ച കൈസ് നേരെ ചാവിയും കാര്യങ്ങളും ഇട്ടിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടി മറ്റവൻ ഇത്തിരി ഷോ കാണിക്കാൻ വന്നായിരുന്നു. നമ്മൾ ട്രക്ക് അടിച്ച് മാറ്റിയവൻ അവനെ നമ്മുടെ ഫ്രാങ്കിൽ ഞങ്ങൾ ഷൂട്ട് ചെയ്ത് തീർത്ത് കളഞ്ഞ കേസ് അവനെ. എന്നിട്ടപ്പോൾ അവൻ ഉണ്ടാകത്തില്ല. ഓക്കെ, അവനെ നമ്മുടെ ഫ്രാങ്കിൽ ഷൂട്ട് ചെയ്ത് കൊന്നുകളഞ്ഞ കേസ് നമ്മുടെ ഫ്രാങ്കിൽ അവനെ. ഓക്കെ, അപ്പോൾ ട്രക്കിൻ്റെ ചാവിയും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മൾ പൊക്കത്തറാൻ ചാവി വെച്ചാൽ നമ്മൾ അവിടെ പോയി എടുത്ത സമയത്താണ് അവൻ ഷോ ഇറക്കാൻ പോകുന്നത്. അപ്പോൾ തന്നെ നമ്മുടെ ഫ്രാങ്കിൽ ഒരു ഷൂട്ട് അങ്ങ് വെച്ച് കൊടുത്ത് കേസ് ഹെഡിലാണ് ഹെഡ് ഷോട്ട് കൊടുത്ത് ആ ഫ്രാങ്കിനെ തീർത്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും ട്രക്ക് എടുത്ത് നേരെ പോകാം ഗൈസ്. നമ്മുടെ ഫ്രാങ്കിലിൻ്റെ അവിടെ ട്രക്കും കാര്യങ്ങളൊക്കെ സക്സസ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഗൈസ്. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകാം ഗൈസ്. ഇനി ഗൈസ് ആ CCTV ക്യാമറ വെച്ച് എന്തുകൊണ്ടും വളരെ ഉപകാരമുണ്ട് ഗൈസ്. ഇല്ലെങ്കിൽ നമുക്ക് ട്രക്ക് ആരാണ് എടുത്തതെന്ന് പോലും കണ്ടുപിടിക്കാൻ പോലും പറ്റൂലായിരുന്നു ഗൈസ്. ആ CCTV അടിപൊളിയാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലും കാര്യങ്ങളും തിന്നോ. ട്രക്ക് എന്തായാലും ഇവിടെ തന്നെ കിടക്കേണ്ട കേസ് ഉണ്ട്. എന്തായാലും കുഴപ്പമില്ല കേസ്. ശത്രുക്കളൊക്കെ അവസാനിച്ചില്ല കേസ്. നമ്മൾ നൈസർ അടിച്ച് മാറ്റിക്കൊണ്ട് വെച്ചാൽ പിന്നെ 3 ട്രക്ക് അടിച്ച് മാറ്റിക്കൊണ്ട് പോയാലും കേസ് നമ്മൾ ഫ്രാങ്കിലാണ് ഷൂട്ട് ചെയ്ത് തീർത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും രാവിലെ ആയിട്ട് കാണാം. അങ്ങനെ കേസ് രാവിലെയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടോ കേസ്. ഓക്കെ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ഞാൻ ഇന്ന് അവതരിപ്പിച്ച ഈ ഒരു കണ്ടൻറ്റ് വലിയ ലെങ്തി അല്ല ഗൈസ്. വലിയ ലെങ്തി കണ്ടന്റ് അല്ല നമ്മൾ ഇത് അവതരിപ്പിച്ചേക്കണം. സാധാരണ നമ്മുടെ കണ്ടൻറ്റൊക്കെ 19 മിനിറ്റ് 20 മിനിറ്റൊക്കെ കഴിഞ്ഞ് പോകുന്ന കണ്ടൻറ്റൊക്കെ ഉണ്ട്. ഓക്കെ, ഈ കണ്ടൻറ്റ് ആകപ്പാടെ 11 മിനിറ്റ് 13 മിനിറ്റ് ആ ഒരു റേഞ്ചിലാണ് അവസാനിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ചെയ്ത ഈ കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതിന് നല്ലൊരു കണ്ടൻറ്റുമായിട്ട് ഞാൻ നാളെ വരാം. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ, ബൈ ബൈ.